ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ബ്ലാക്ക് ഫ്രൈഡേ ഓഫേഴ്സ് ആണ്. ഏതെല്ലാം കമ്പനികൾ കൊടുക്കുന്നത്, ഏത് കമ്പനിയുടെ അക്കൗണ്ടാണ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും നമുക്ക് ഒരു $1000 ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 5K അക്കൗണ്ടിൽ തന്നെ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് ഏത് ഫേമാണ് നല്ലത് എടുക്കേണ്ടത്, ഓഫറുകൾ കുറേ വരുന്നുണ്ടല്ലോ ഈ ഒരാഴ്ച ബ്ലാക്ക് ഫ്രൈഡേ വീക്ക്, ആ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പേഴ്സണൽ മെസ്സേജ് കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അതിനുള്ള ഒരു ഉത്തരവാണ് നൽകുന്നത്. ഏത് ഫേമാണ് നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങൾ പുതുതായിട്ട് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏത് ഫേം ചൂസ് ചെയ്യണം, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. അതിൽ തന്നെ ഫണ്ടർ നെക്സ്റ്റ് ഉണ്ട്, ഫണ്ടർ പ്രോ ഉണ്ട്, ഗോഡ് ഫണ്ടഡ് ഉണ്ട്, TX3 ഫണ്ടിങ് ഉണ്ട്, അതേപോലെ ടോപ്പ് 1 ട്രേഡർ ഉണ്ട്, ഫണ്ടഡ് ട്രേഡർ മാർക്കറ്റ്സ് ഉണ്ട്, ഫയേഴ്സ് ഉണ്ട്. ഇത്രയും കമ്പനികളാണ് നിലവിൽ ഈ ഒരു സമയം വരെയും ബ്ലാക്ക് ഫ്രൈഡേ ഓഫേഴ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഫണ്ടിങ് പിക്സും ആൽഫ ക്യാപിറ്റൽ കോൺടാക്റ്റിലൊന്നും നിലവിൽ ഓഫേഴ്സ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത ദിവസങ്ങളായിരിക്കും അവർ മറ്റു ഓഫറും കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് ആയിട്ട് നിങ്ങളൊരു ഫണ്ടഡ് ഫേം ഒക്കെ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ട്രസ്റ്റ് പലറ്റിൽ പോയിട്ട് ആ ഒരു കമ്പനിയുടെ ട്രസ്റ്റ് പലറ്റിലെ റിവ്യൂ കാര്യങ്ങൾ എന്തെല്ലാമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ന്യൂസുകൾ, അവരെ എവിടെയാണ് പേ ഔട്ട് കൊടുക്കുന്നതിലാണോ അല്ലെങ്കിൽ KYC ഫില്ല് ചെയ്യുന്നതിലാണോ വിഷയങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെല്ലാം ട്രസ്റ്റ് പൈലറ്റിൽ പോയിട്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കേണ്ടത് പേ ഔട്ട് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബിനാൻസ് വഴി പേ ഔട്ട് കൊടുക്കുന്ന ഏറ്റവും നല്ല ഫേം ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ട് വന്നേക്കുന്നത് 7 ഡേയ്സിൽ വന്നേക്കുന്നത്, അങ്ങനെ ഓൾ ടൈം ഹൈ വന്നേക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരു ഫെയിം, നമ്മളിപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് വിചാരിച്ചിട്ട് അത് ചാടിക്കറി നിങ്ങൾ ഒരു അക്കൗണ്ട് എടുക്കാതെ അത് നിങ്ങളും കൂടി ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷമായിരിക്കണം ഈ ഒരു എന്താ പറയാ ഫണ്ട് അക്കൗണ്ടും കാര്യങ്ങളെല്ലാം എടുക്കേണ്ടത്. നമുക്ക് ഇന്നിപ്പോൾ ഒരു ബ്ലാക്ക് ഫ്രൈഡേ ഇത് ഓഫർ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഓഫർ കൂടുതലായിട്ട് കൊടുത്തേക്കുന്ന പ്രൈസും എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കമ്പനിയാണ് ഗോഡ് ഫണ്ടഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അത്യാവശ്യം നമുക്ക് ഇവരെ ഞാൻ എപ്പോഴും ആ ഒരു റിവ്യൂ പറയുന്ന പോലെ തന്നെ ഇവർക്ക് ലൈവ് അക്കൗണ്ട് കിട്ടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട്. ലൈവ് അക്കൗണ്ടിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പേ ഔട്ടിന്റെ കാര്യത്തിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ 50% ഓഫറാണ് ഇവർ കൊടുക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ നോർമലി എല്ലാവരും തുടക്കക്കാരെന്നുള്ള രീതിയിൽ എല്ലാവരും വരുന്നത് 5K അക്കൗണ്ട് എടുത്തിട്ടാണ് എല്ലാവരും സ്റ്റാർട്ടിങ് ചെയ്യാറ്. എൻ്റെ ഒരു റിക്വസ്റ്റ്, ഈ ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നിങ്ങളൊരു 25K എങ്കിലും എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം. 5K വെച്ച് നമ്മളാണ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഗോഡ് ഫണ്ടഡ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഓഫർ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഏകദേശം $17 വരുന്നുള്ളൂ. മറ്റ് കമ്പനികളെല്ലാം ആവറേജ് പ്രൈസ് വരുന്നത് $35-38 ഒക്കെ വരുന്നത്. $17 നമുക്ക് ഏകദേശം 1200 രൂപയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോഡ് ഫണ്ടഡിനെ ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ ടൈമിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഓർക്കാം, ഇവര് പേ ഔട്ട് കൊടുക്കുന്ന ഒരു ഫേമാണ്, പക്ഷെ ലൈവ് അക്കൗണ്ട് കിട്ടുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കിട്ടാതെ വന്നാൽ തന്നെ നിങ്ങൾ ഇവരുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിലൊക്കെ പോയി കുറെ ബുദ്ധിമുട്ടിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇവരെ ലൈവ് അക്കൗണ്ട് കിട്ടാൻ സാധ്യതയുള്ളത്. അതേപോലെ മറ്റൊരു ഫേമാണ് ഫയേഴ്സ്. ഞാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ടോപ്പ് 1 വന്ന ഒരു ഫേമാണ്. CFDയിലെ 10 കമ്പനികളെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്തതിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് വന്നേക്കുന്ന കമ്പനിയാണ് ഫയേഴ്സ്. ഈ ഫയേഴ്സ് ഞാൻ 2018 തുടങ്ങി നമ്മൾ നോക്കുമ്പോൾ ഓഫറിന്റെ കാര്യത്തിൽ വളരെ ചെറിയ ഓഫർ ആകെ കൊടുക്കുള്ളൂ. എന്തോ 5% മാത്രമേ കൊടുക്കുള്ളൂ. ചില സമയങ്ങളിൽ ഓഫറും ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേ ആയിട്ട് അവർ ഏകദേശം 15% ഓഫർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ 5K വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് എല്ലാവരും നോക്കാറ് 2 സ്റ്റെപ്പാണ് നോക്കാറ്. ഞാൻ ഹൈ സ്റ്റേക്ക് വെച്ച് തന്നെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ലിവറേജ് കൊടുക്കുന്നതും അതേപോലെ തന്നെ പ്രോഫിറ്റ് ടാർഗറ്റ് 8% വരുന്നതും നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് 5% വരുന്നതായിട്ടുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ അതേപോലെ തന്നെ സി ട്രേഡർ ഉണ്ട്, MT5 ഉണ്ട്. സി ട്രേഡറിന് എക്സ്ട്രാ $10 എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 5K ഏകദേശം $33 വരുന്നുണ്ട്. $33 എന്ന് പറയുമ്പോൾ മറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത പ്രൈസും നമുക്ക് ടോപ്പ് 1 നിൽക്കുന്ന ഒരു ഫേം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഒരു ബൂട്ട് ക്യാമ്പും അത്യാവശ്യം നല്ല ഓഫറിലുണ്ട്. നമുക്കൊരു 25K തുടങ്ങുന്ന ഒരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഒരു ലാസ്റ്റ് ഫണ്ടഡ് ആകുമ്പോൾ 3 സ്റ്റെപ്പ് ഉണ്ട് ഇവർക്ക്. നമുക്ക് ഏകദേശം 100K അക്കൗണ്ട് കിട്ടും. അത് നമുക്ക് പാസ് ആയതിനു ശേഷം ബാലൻസ് എമൗണ്ട് അടച്ചാൽ മതിയാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ $80 വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഏകദേശം $95 ആയിരുന്നു. വർഷങ്ങളായിട്ട് ആ ഒരു പ്രൈസ് തന്നെയാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ $80 അത് അവൈലബിൾ ആണ്. അതേപോലെ ഇൻസ്റ്റന്റ് ഫണ്ട് കുറച്ച് പ്രൈസ് ഓവർ പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ നമുക്കിപ്പോൾ 5K ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് പാരാമീറ്റർ ആണ്. 10% നമ്മൾ ടാർഗറ്റ് ആവണം. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിനുശേഷം നമുക്ക് ഗ്രോത്ത് ചെയ്ത് കിട്ടും. 5K അക്കൗണ്ട് നെക്സ്റ്റ് 10% നമ്മൾ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആണ്, വേറെ ടാർഗറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ഗ്രോത്ത് ചെയ്ത് കിട്ടും. അക്കൗണ്ട് 7500 അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇവർ നല്ല രീതിയിൽ കിട്ടും. ലിവറേജ് എല്ലാ കമ്പനികളും കൊടുക്കുന്നത് ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിന് 1:30 ആണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റിൽ നമുക്ക് ഒരു ഹൈ സ്റ്റേക്ക് 2 സ്റ്റെപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ നല്ല ഒരു പ്ലാനാണ്. $33 കിട്ടുന്നത്.
വരുന്നുള്ളൂ. ഏകദേശം അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. 15% ഓഫറാണ് വരുന്നത്. മറ്റൊരു ഫേം എന്ന് പറയുന്നത് ടോപ്പ് വൺ ട്രേഡർ ആണ്. ടോപ്പ് വൺ ട്രേഡർ കൊടുക്കുന്നത് 80% ഓഫറാണ് ഈ ബ്ലാക്ക് ഫ്രൈഡേയിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കണ്ടതിൽ ഏറ്റവും നല്ല രീതിയിൽ ഓഫർ കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഇവരുടെ ഒരു പ്ലാൻ എനിക്ക് തോന്നിയേക്കുന്നത്. അതിൽ തന്നെ അവർ വൺ സ്റ്റെപ്പ് $12 വരുന്നുള്ളൂ 5K. അതേപോലെ 100K ഏകദേശം $32 വരുന്നത്. നമ്മളെല്ലാവരും നോർമലി നോക്കുന്ന ടു സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ $34 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം 5 years ആയിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രൈസ് കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ നമ്മൾ 5 years തന്നെയാണ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ടോപ്പ് വൺ ട്രേഡർ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അവർ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 5K ഇൻസ്റ്റന്റ് ഫണ്ടിങ് $27 വരുന്നുള്ളൂ. അപ്പൊ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിന് ഈ ഒരു ഫേം നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ കൺസിസ്റ്റൻസി ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പേ ഔട്ട് കൊടുക്കുന്ന കമ്പനിയുമാണ് ഇവര്. ആദ്യം ഇവര് ഫ്യൂച്ചേഴ്സിലായിരുന്നു, ഫ്യൂച്ചേഴ്സിൽ ഇപ്പോഴും ഉണ്ട്, ടോപ്പ് വൺ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സിന്റെ ഫേംസിൽ നല്ല പേ ഔട്ട് കൊടുക്കുന്ന കമ്പനിയാണ്. ഇപ്പൊ ഇവരുടെ ട്രസ്റ്റ് പൈലറ്റിലേക്ക് പോയാലും അങ്ങനെ അധികം കംപ്ലൈൻസ് ഒന്നും കണ്ടതായിട്ട് കാണുന്നില്ല. ഇൻസ്റ്റന്റ് ഫണ്ടിങ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനി നല്ല ഒന്നായിരിക്കും. രണ്ട് പ്ലാൻസ് ഉണ്ട്, ഒന്ന് ഇൻസ്റ്റന്റ് ഫണ്ടിങ് നോ പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ ഇൻസ്റ്റന്റ് പ്രൈം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ഇവിടെ പ്രോഫിറ്റ് സ്പ്ലിറ്റ് തന്നെ 90% ഉള്ളൂ, ഇൻസ്റ്റന്റ് പ്രൈം ആകുമ്പോൾ 100% ഉണ്ട്. നമുക്ക് അതേപോലെ തന്നെ ഡെയിലി ലോസ് ലിമിറ്റ് 3% ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിൽ വരുന്നുണ്ട്. ഇൻസ്റ്റന്റ് പ്രൈമിലേക്ക് വരുമ്പോൾ 5% വരുന്നത്. ലിവറേജ് ഇൻസ്റ്റന്റ് പ്രൈമിൽ കൂടുതലുണ്ട്, ഇവിടെ ഏകദേശം ലിവറേജും സെയിം തന്നെയാണ് വരുന്നത്. അതേപോലെ അൺലിമിറ്റഡ് ടൈമിംഗ് ആണ്, $27 വരുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റന്റ് പ്രൈമിലേക്ക് വരുമ്പോൾ $19 വരുന്നുള്ളൂ. അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് അക്കൗണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ടു സ്റ്റെപ്പ് നമുക്ക് മറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ $34 എന്നുള്ളത് എനിക്ക് അത്ര വർത്തായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അതേസമയം ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങും ഇൻസ്റ്റന്റ് പ്രൈമും, അതിൽ തന്നെ ഇൻസ്റ്റന്റ് പ്രൈം ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. 50K അക്കൗണ്ട് ഒക്കെ ഏകദേശം $123 ഇൻസ്റ്റന്റ് ഫണ്ടിങ് അക്കൗണ്ട് വരുന്നത്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവർക്ക് ESS സ്കോർ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. അത് നിങ്ങൾ ഡീപ്പായിട്ട് തന്നെ അതിനെ കുറിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ നമുക്ക് ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിന്റെ നോർമൽ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിൽ കൺസിസ്റ്റൻസി മാത്രമേ ഉള്ളൂ, ESS സ്കോർ ഇല്ല. ഇൻസ്റ്റന്റ് പ്രൈമിൽ ESS സ്കോർ ഉണ്ട്, പ്രൈസ് നല്ല ഡിഫറൻസും ഉണ്ട്. നമുക്ക് 50K 175 ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിൽ വരുന്നത്, ഇൻസ്റ്റന്റ് പ്രൈമിലേക്ക് വരുമ്പോൾ 123, $50 ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ESS സ്കോർ കുറച്ച് ടഫാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും, അതേപോലെ ട്രേഡിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോഴും നല്ലൊരു ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ESS സ്കോർ ഇല്ലാത്ത ഇൻസ്റ്റന്റ് ഫണ്ടിങ് തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ നമ്മൾ ഇപ്പോൾ മറ്റൊരു ഫേമാണ് ഫണ്ടഡ് ട്രേഡർ മാർക്കറ്റ്. അത്യാവശ്യം പേ ഔട്ട് ഒക്കെ കൊടുത്ത് നല്ല രീതിയിലേക്ക് വരുന്ന ഒരു ഫേമാണ്. ഇവരെ കുറിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്കൊരു 35% ഓഫർ ഇവർ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 100% പ്രോഫിറ്റ് സ്പ്ലിറ്റും കൊടുക്കുന്നുണ്ട്. ഒരു അക്കൗണ്ട് എടുത്താൽ മറ്റൊരു അക്കൗണ്ട് ഫ്രീ ആയിട്ടും കിട്ടുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡീപ്പായിട്ട് തന്നെ സൈറ്റിൽ പോയി ഇത് ചെയ്യുക. അതുപോലെ തന്നെ കസ്റ്റമർ കെയറിലെല്ലാം സംസാരിച്ചിട്ട് നിങ്ങൾ അക്കൗണ്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഫണ്ടഡ് ട്രേഡർ മാർക്കറ്റ്സ് എന്നാണ്, ശ്രദ്ധിക്കുക, ഫണ്ടഡ് ട്രേഡർ മാർക്കറ്റ്സ് എന്നാണ് ഇവരുടെ പേര്. ഇവരും അത്യാവശ്യം നമുക്ക് ടു സ്റ്റെപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ $50 വരുന്നുണ്ട്. $50 എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും നമ്മൾ തൊട്ട് മുമ്പുള്ള 5 years വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫേം എടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. അതേപോലെ തന്നെ ഇവരും അത്യാവശ്യം ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഫേം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇൻസ്റ്റന്റ് ഫണ്ടിങ് തന്നെ 10% എക്സ്ട്രാ പ്രോഫിറ്റ് സ്പ്ലിറ്റ് കിട്ടും. ഇൻസ്റ്റന്റ് ഫണ്ടിങ് ആകുമ്പോൾ 5K $70 വരുന്നുള്ളൂ. ടോപ്പ് വണ്ണിന് നമുക്ക് ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിന് $27 വരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ടോപ്പ് വൺ ആണ് കുറച്ചും ബെറ്റർ ആയിട്ട് തോന്നിയത്. ഇവരെന്താണ് ആ ഒരു വ്യത്യാസം എന്നുള്ളത് നമ്മൾ ആദ്യം അറിയണം. ഡ്രോ ഡൗൺ ഡിഫറൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. കൺസിസ്റ്റൻസി ഉണ്ട്. അതേപോലെ ഫ്ലോട്ടിംഗ് ലിമിറ്റ് ആണ് വരുന്നത്. അത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡീപ്പായിട്ട് സൈറ്റിൽ തന്നെ നിങ്ങൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ ഇവർ ടു സ്റ്റെപ്പ് വച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവരെ ഏകദേശം 5K $50. അപ്പൊ നമുക്കത് ഒട്ടും വർത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിലേക്ക് വീണ്ടും ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. ഇൻസ്റ്റന്റ് പ്രോ നോക്കുമ്പോൾ $49 വരുന്നത്. ഇൻസ്റ്റന്റ് പ്രോ നോക്കുമ്പോൾ $49 വരുന്നു. 100 ഡ്രോഡൗൺ റീസെറ്റ് എവറി പേ ഔട്ട്, ഡ്രോഡൗൺ റീസെറ്റ് ചെയ്യും ഓരോ പേ ഔട്ടിനും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കി ഇതൊന്ന് ഡീപ്പായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് TX3 ഫണ്ടിങ് ആണ്. അത്യാവശ്യം നല്ല പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഇവർ അത്യാവശ്യം നല്ലൊരു 35% ഓഫർ കാര്യങ്ങളെല്ലാം ഇവർ കൊടുക്കുന്നുണ്ട്. ഓഫറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ $68 5K വരുന്നത്. ടു ഫേസ് ഫ്ലെക്സ് എന്ന് പറയുന്ന ഒരു പ്ലാൻ ആണുള്ളത്. അതിന് $68 വരുന്നുണ്ട്. അത് ഓഫർ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം $36 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 5 years ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് അത്ര വലിയ നല്ല ഒരു പ്രൈസ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. 2S Pro ജസ്റ്റ് ഒന്ന് നോക്കാം. 5K
രണ്ട് പ്ലാന്റ് 2 ഫേസ് ഫ്ലെക്സും ഉണ്ട്, 2 ഫേസ് പ്രോയും ഉണ്ട്. പ്രോയിലേക്ക് വരുമ്പോൾ നമുക്ക് $110 വരുന്നത്. അതൊന്നും നമുക്ക് ഈ ഒരു 5K അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിന് വൺ ഫേസ് ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട് $82 വരുന്നുണ്ട് വൺ ഫേസിന്. അപ്പൊ അത് പ്രൈസും ഓവർ പ്രൈസ് ആയിട്ട് തന്നെ തോന്നുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാനുള്ളത് ഫണ്ടൻ നെക്സ്റ്റ് ആണ്. ഫണ്ടൻ നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഓഫർ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതേപോലെ തന്നെ റിവാർഡും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ നമുക്ക് ഫണ്ടൻ നെക്സ്റ്റ് ഏകദേശം നല്ല ഓഫറാണ് കൊണ്ടുവന്നേക്കുന്നത്. പുതുതായിട്ട് വന്നേക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫണ്ടൻ നെക്സ്റ്റിന്റെ 5Kക്ക് $24 വരത്തുള്ളൂ. മറ്റ് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഫയേഴ്സിന് ഏകദേശം $33 വരുന്നുണ്ട്. ആ ഫയേഴ്സ് ആയിട്ട് നമ്മൾ പ്രൈസിന്റെ ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ടൻ നെക്സ്റ്റ് ലൈറ്റ് ആണോ ഞാൻ ഈ പറയുന്ന പ്ലാൻ. ഈ രണ്ടും ഓഫർ ഓർത്തിരിക്കുക. 25% ന്യൂ യൂസേഴ്സിനാണ്. നമ്മൾ ഇതിനു മുമ്പ് എടുത്തേക്കുന്ന ആൾക്കാർക്ക് 15% ഓഫറേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. ഇവര് സ്റ്റെല്ലർ ലൈറ്റ് അതാണ് മറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്ലാൻ ആയിട്ട് വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഫണ്ടൻ നെക്സ്റ്റിന്റെ ഓഫറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ $24 നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നുള്ളൂ. അതൊരു നല്ല ഒരു പ്രൈസ് ആയിട്ട് തന്നെ തോന്നുന്നു. അതേപോലെ തന്നെ റിവാർഡും കിട്ടും. നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് 250% എക്സ്ട്രാ നമുക്ക് പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ $24 വരുന്നുള്ളൂ. സോറി, പേ ചെയ്തേക്കുന്ന 24.25 പെർഫോമൻസ് ഫീ അല്ല കൊടുക്കുന്നത്. നമ്മൾ പേയ്മെന്റ് ചെയ്തേക്കുന്നതിന്റെ ഇത് തിരിച്ച് നമുക്ക് ഫീസിന്റെ ഇത് തിരിച്ച് 250% റിട്ടേൺ ആയിട്ട് നമുക്ക് തരും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മറ്റു പ്ലാനുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓരോ പ്ലാൻസും വെച്ച് നോക്കുമ്പോൾ ഫണ്ടൻ നെക്സ്റ്റ് $24 വരുന്നുള്ളൂ. അത് അത്യാവശ്യം നല്ല ഒരു പ്ലാനാണ്. അതേപോലെ ഇൻസ്റ്റന്റ് നമുക്ക് 5Kക്ക് അത്യാവശ്യം 5Kക്ക് $149 വരുന്നുണ്ട്. ഇൻസ്റ്റന്റ് ഡയറക്റ്റ് ഫണ്ടാണ്. ഇവർ അത്യാവശ്യം ഇത് കൺസിസ്റ്റൻസി റൂൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നല്ല അട്രാക്റ്റീവ് ആണ്. ഈ ഒരു സമയം കൂടി നോക്കുമ്പോൾ കുറച്ചുകൂടി പ്രൈസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഒന്ന് പഠിച്ചിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റെല്ലർ 2 സ്റ്റെപ്പ് ഇവരെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു പ്ലാനാണ്. സ്റ്റെല്ലർ 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 സ്റ്റെപ്പ് നമുക്ക് $59 വരുന്നുണ്ട്. ഏകദേശം $10 കൂടി കുറയാൻ സാധ്യത. $49 ഒക്കെ ആയിരിക്കും 6Kക്ക് വരുന്നത്. അതേപോലെ ഇവർ പെർഫോമൻസ് നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ആർട്സിനനുസരിച്ച് ഓരോ ഇതിനും നമുക്ക് 15% നമുക്ക് ഡെമോ സമയത്ത് ട്രേഡ് ചെയ്യുന്നതിനും കൂടി കിട്ടും. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല ഒരു പ്ലാൻ ആയിട്ടാണ് തോന്നുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഫേമാണ് ഫണ്ടൻ പ്രോ എന്ന് പറയുന്ന ഫേമുണ്ട്. ഇവരൊരു ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഡെയിലി പേ ഔട്ട് കൊടുക്കുന്ന ഫേമാണ്. മറ്റു ഫേംസ് പോലെ 14 ദിവസമോ അങ്ങനെയൊന്നുമല്ല. അത്യാവശ്യം നല്ല രീതിയിൽ പേ ഔട്ടും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ഫേമാണ് ഫണ്ടൻ പ്രോ. പ്രൈസ് കുറച്ച് ഓവർ പ്രൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നമ്മൾ 5K ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 5K വെച്ചിട്ട് നോക്കുമ്പോൾ ഏകദേശം $64 നമുക്ക് ഇവിടെ എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. $64 ഇവരെ ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം $45 വരും. അപ്പൊ മറ്റ് പ്രൈസുകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 5K വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലാണ്. പക്ഷെ നമുക്ക് ഡെയിലി പേ ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ടാർഗറ്റ് മറ്റു കാര്യം 10% പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നുണ്ട്. അത് കുറച്ച് 10% ഒക്കെ വേണ്ടി 8% ആക്കി. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. ക്ലാസിക് 2 ഫേസും ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. നമുക്ക് അതുപോലെ തന്നെ $69 തന്നെ വരുന്നത്. ഏകദേശം 45 തന്നെ ഡിഫറൻസ് വരും. ഇവിടെയും 10 പ്രോഫിറ്റ് ടാർഗറ്റ് 10% മാക്സിമം. ഓക്കെ, ഇവിടെ മിനിമം ട്രേഡിംഗ് ഡേയ്സ് 4 days ആണ് വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി പേ ഔട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാവുന്ന ഒന്നാണ് 5K. അത് വൺ ഫേസ് പ്ലാനിൽ വരുന്നത് $69 വരുന്നുള്ളൂ. വൺ ഫേസിനും $69 വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ എക്സ്പോഷർ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഇവർക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലിവറേജ് 1:50 ഉള്ളൂ. ഈ കമ്പനി ഏറ്റവും കുറച്ച് ലിവറേജാണ് കൊടുക്കുന്നത്. അത് മെറ്റൽസ് മറ്റു കാര്യങ്ങൾക്കൊക്കെ 1:10 ഉള്ളൂ. കൺസിസ്റ്റൻസി റൂൾ ഉണ്ട്. വൺ സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി റൂൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഫേമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പൊ നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേയിലെ ഏറ്റവും അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് ഇപ്പം നമ്മൾ നിലവിൽ നോക്കിയേക്കുന്നത് ഫണ്ടിങ് പിപ്സോ ആൽഫ ക്യാപിറ്റലോ കോൺടാക്റ്റിലോ അങ്ങനെയുള്ള കമ്പനികളൊന്നും നിലവിൽ ഇതിൽ ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഗോഡ് ഫണ്ടഡ് ആണ് ഏറ്റവും ചീപ്പ് പ്രൈസ് കൊടുത്തേക്കുന്നത്. 5Kക്ക് ഏകദേശം $17 വരുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എമൗണ്ട് ഒക്കെ കയ്യിലുള്ളെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ഫേമാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഫയേഴ്സ് ആണ്. ഫയേഴ്സ് $33 വരുന്നുണ്ട്. ആ പ്രൈസ് ഓക്കെ ആണ്. നമുക്ക് നോർമലി മറ്റ് ഫണ്ടിങ് ടിപ്സ് ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഓക്കെയാണ്. അതേപോലെ ടോപ്പ് 1 ട്രേഡർ ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങും മറ്റ് കാര്യങ്ങൾ വരുമ്പോൾ നല്ല പ്ലാനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അവരെ 2 സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഏകദേശം $34 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫയേഴ്സ് തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. അതന്നെ ഫണ്ടഡ് ട്രേഡർ എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ പറഞ്ഞത് ഫണ്ടഡ് ട്രേഡർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ
ഫണ്ട് ട്രേഡർ മാർക്കറ്റ് എന്ന് പറയുന്ന കമ്പനി $47 വരുന്നുണ്ട്. ഓ, അത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൈസ് ആയിട്ടാണ് തോന്നുന്നത്. അതൊന്നും നമ്മൾ ആ ഒരു കമ്പനീനെ പ്രത്യേകിച്ച് ഒരു 1 ഇയർ ഒക്കെ ആവുന്നുള്ളൂ ആ ഒരു കമ്പനി ഇപ്പോൾ നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ ബോഗോ ഓഫറും ഉണ്ട്, അവരെ എക്സ്ട്രാ 100% ഇത് നമുക്ക് റീഫണ്ട് കൊടുക്കുന്നുമുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഓഫറൊക്കെ നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. പക്ഷെ ഞാൻ അത് സജസ്റ്റ് ചെയ്യുന്നില്ല. TX3 ഉണ്ട്. TX3ക്ക് നമുക്ക് $36 വരുന്നത്. നമ്മൾ 5 years ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ $3 ഡിഫറൻസ് വരുന്നുണ്ട്. മറ്റൊരു ഫേം നമ്മൾ നോക്കിയത് ഫണ്ടഡ് പ്രോ ആണ്. ഡെയിലി പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഡെയിലി പേ ഔട്ട് ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ $45 എടുത്താൽ കുഴപ്പമില്ല. കാരണം 14 ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ട, 1 വീക്ക് സോറി ഒരു 1 month ഒന്നും വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഫണ്ടഡ് പ്രോ അത്യാവശ്യം നല്ല പേ ഔട്ട് കൊടുക്കുന്ന കമ്പനിയാണ്. റിജക്ഷൻസ് ഒന്നും അങ്ങനെ അധികം കണ്ടിട്ടൊന്നുമില്ല. മറ്റൊരു ഫേം ഫണ്ടഡ് നെക്സ്റ്റ് ആണ്. ഫണ്ടഡ് നെക്സ്റ്റ് നമുക്ക് നോക്കിയപ്പോൾ ഈ ഒരു എല്ലാ കമ്പനികളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫണ്ടഡ് നെക്സ്റ്റ് പുതുതായിട്ട് വന്നേക്കുന്ന ആൾക്കാർക്ക് ഏകദേശം 5Kക്ക് $24 വരുന്നുള്ളൂ. അതേപോലെ തന്നെ 250% റിവാർഡും കിട്ടുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് നല്ലൊരു ഓഫറായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാം. എന്റെ സജഷൻ ഞാൻ പറയുന്നത് ഇതിൽ മനസ്സിലാവുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് ഒന്ന് ഫണ്ടഡ് നെക്സ്റ്റ് ആയിരിക്കും. പുതുതായിട്ട് വരുന്ന എല്ലാവരും 5Kയിലേക്കായിരിക്കും ചാടി കയറുക. എന്റെ റിക്വസ്റ്റ് ഈ ഒരു ഓഫറൊക്കെ ഉള്ള സമയത്ത് 25Kയിലെങ്കിലും എടുത്ത് ട്രേഡിംഗ് ഇതൊന്ന് സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഫണ്ടഡ് നെക്സ്റ്റ് നല്ലൊരു ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ 5 years നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. $33 വരുന്നുള്ളൂ. അതേപോലെ 5 yearsന്റെ ഇതിൽ തന്നെ ബൂട്ട് ക്യാമ്പ് ഉണ്ട്. അതും ഈ ഒരു സമയത്ത് ട്രൈ ചെയ്യാം. 100K അക്കൗണ്ടിലേക്ക് വരും. കുറച്ച് ക്ഷമ വേണമെന്നുള്ളൂ. 3 സ്റ്റെപ്പ് ഉണ്ടാവും ബൂട്ട് ക്യാമ്പിന്. 3 സ്റ്റെപ്പ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് 100Kയിലേക്ക് വരുന്നത്. തുടക്കം നമുക്ക് 25K വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ടിങ് വരുന്നത്. അതേപോലെ ഗോഡ് ഫണ്ടഡ് നേരത്തെ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ടോപ്പ് 1 തന്നെയാണ്. ഞാൻ കുറച്ച് നേരത്തെ വിചാരിച്ചത് ഫണ്ടഡ് എന്താ പറയുക ഫണ്ടഡ് മറ്റൊരു കമ്പനി ഫണ്ടഡ് ട്രേഡർ മാർക്കറ്റ് അവർ ഇൻസ്റ്റന്റ് ഫണ്ടിങ് കുറച്ച് നല്ലതാണെന്നൊക്കെ റിവ്യൂ കണ്ടിരുന്നു. പക്ഷേ നമ്മൾ കമ്പാരിസൺ നോക്കുമ്പോൾ ടോപ്പ് 1 ആണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റന്റ് ഫണ്ടിങ്ങിന്റെ കാര്യത്തിൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഫ്രൈഡേ ഓഫറുമായി കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ നല്ല കമ്പനികൾ നോക്കി ചൂസ് ചെയ്യുക. നമ്മൾ സജസ്റ്റ് ചെയ്തേക്കുന്നത് ഫണ്ടഡ് നെക്സ്റ്റും 5 years ആണ്. 5Kയുടെ അക്കൗണ്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ലത് 25K എങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.